ഇന്നത്തെ വിജയവീതിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കേരളത്തിൻ്റെ വടക്കേ അറ്റമായ കാസർഗോഡ് നഗരത്തിലാണ്. കാസർഗോഡ് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജ്വല്ലറി ഷോപ്പായ ബിന്ദു ജ്വല്ലറിയിലാണ് ഞാനിപ്പോൾ. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ അതിഥി ബിന്ദു ജ്വല്ലറിയുടെ പ്രൊപ്പറേറ്റർ ശ്രീ കുഞ്ഞിക്കണ്ണനാണ്. അദ്ദേഹത്തോടൊപ്പം മകൻ അഭിലാഷുമുണ്ട്. ഒട്ടേറെ വർഷക്കാലത്തെ സ്വർണ്ണ വ്യാപാരത്തിൽ പരിചയസമ്പന്നരായ ഇവരെ നമുക്ക് വളരെ ആദരവോടെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് വിജയവീതിയിൽ നിങ്ങളുമായിട്ട് സംസാരം പങ്കിടുവാൻ. കാരണം ഒട്ടേറെ പരിചയസമ്പന്നനാണ്. കാരണം ചേട്ടൻ എനിക്ക് തോന്നുന്നു ഒരു 40 വർഷക്കാലത്തിന് മുമ്പേ ഈ ഫീൽഡിൽ വന്ന ആളാണെന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെയായിരുന്നു തുടക്കം ഈ സ്വർണ്ണമായിട്ടുള്ള ബന്ധം? ആദ്യം പണിയെടുത്തിട്ട് ആദ്യം ജോലി ചെയ്തോട്ടെ. അത് അതിനു മുമ്പ് കുടുംബപരമായിട്ട് സ്കൂളിൽ പോയിട്ട് പഠിച്ചു. അതിനുശേഷം ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത് തന്നെ. എന്തായിരുന്നു ഈ ഫീൽഡിലോട്ട് ഇറങ്ങാൻ? അന്നൊക്കെ 40 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ പറയുകയാണെങ്കിൽ സ്വർണ്ണത്തിന് ഒരു 100 രൂപ പവനൊക്കെ വിലയുള്ള കാലഘട്ടമായിരിക്കും അല്ലേ? അല്ലേ? അഭിലാഷിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അഭിലാഷ് എനിക്ക് എൻ്റെ ഓർമ്മ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 60-68 കാലഘട്ടത്തിലൊക്കെ 100 രൂപയൊക്കെ അല്ലേ ഉള്ളൂ പവന് അല്ലേ? ഇന്നിപ്പോൾ എത്ര ഇരട്ടിയാണല്ലേ സ്വർണ്ണത്തിൻ്റെ വില വന്ന് നിൽക്കുന്നതെന്ന്. ഭയങ്കരമായൊരു വ്യത്യാസമാണ് ശരിക്കും പറഞ്ഞത്. സ്വർണ്ണ വ്യാപാര രംഗത്ത് എനിക്കാണ് കാസർഗോഡ് നഗരത്തിലെ ഏറ്റവും വലിയ ഒരു ജ്വല്ലറി ആയിരിക്കും ബിന്ദു. അച്ഛനാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ജ്വല്ലറി ആയിട്ട് രണ്ടാമത്തെ ഷോറൂം ആയിരുന്നു ഞങ്ങളുടെ. രണ്ടാമത്തെ ഷോറൂമാണ്. ആദ്യത്തെ ഷോറൂം ശ്രീരാമ ജ്വല്ലറി. ഓ, ഒരു ചെറുത് ശ്രീരാമ ജ്വല്ലറി പറഞ്ഞിട്ട് ശ്രീരാമ ജ്വല്ലറി അതിലായിരുന്നു തുടക്കം അല്ലേ? അത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? അല്ല, ഇത് എൻ്റെത് ബിന്ദു തന്നെ. കോർട്ട് റോഡിൽ അവിടെ നിൽക്കുന്ന 82-ലായിരുന്നു അച്ഛൻ സ്റ്റാർട്ട് ചെയ്തത് ജ്വല്ലറി ആയിട്ട്. പിന്നെ 2006-ലാണ് ഈ കാണുന്ന ഈ ഷോറൂം സ്റ്റാർട്ട് ചെയ്തത് ബിന്ദു ജ്വല്ലറി. 82-ൽ തന്നെ ബിന്ദു ജ്വല്ലറി തന്നെയാണ്. ബിന്ദു എന്ന് പറയുന്നത് അഭിലാഷിന്റെ അമ്മയുടെ പേരായി, ചേച്ചിയുടെ പേരാണ്, മകളുടെ പേരല്ലേ? ശരിയാണ്. അപ്പോൾ അന്ന് ഇവിടെ ഈ ഷോറൂം ഇത് എത്ര സ്ക്വയർ ഫീറ്റിലാണ് ശരിക്കും ഉൾക്കൊണ്ട് ഇരിക്കുന്നത്? ഇതിപ്പം 5000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 5000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അന്ന് സ്വർണ്ണത്തിൻ്റെ വില എന്താ അഭിലാഷ് ഓർക്കുന്നുണ്ട് അന്ന് തുടങ്ങുമ്പോൾ? ഇല്ല, ഞാൻ വരുമ്പം ഏകദേശം ഗ്രാമിന് 500 രൂപയായിരുന്നു. 500 രൂപയാണ്. ഇപ്പം ഗ്രാമിന് ഓൾമോസ്റ്റ് 2000 രൂപേൻ്റെ അടുത്തെത്തി. അതായത് ഇപ്പം ഈ ഒരു 7 കൊല്ലം കൊണ്ട് മോർ ദാൻ 2 ടൈംസ്. നിങ്ങളെ ചേട്ടന് എത്ര മക്കളാണ്? 5 പേര്. മൂത്ത മകനാണ് അഭിലാഷ്? അല്ല, മൂത്തത് ബിന്ദു മകള്. പിന്നെ ബീന, വഴുത. ഇത് മൂന്നാമത്തത്. 4-മത്തത്. 5-മത്തത് അജിതേഷ്. ഡോക്ടറാണല്ലേ? അച്ഛൻ്റെ വ്യാപാരം ശരിക്കും പറഞ്ഞാൽ പാരമ്പര്യത്തോടുകൂടി വന്ന അഭിലാഷ് തന്നെയാണല്ലേ? അഭിലാഷ് പിന്നെ ഡിഗ്രി അല്ല, മറ്റേ ഇത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബിടെക് കമ്പ്യൂട്ടർ സയൻസും സ്വർണ്ണമായിട്ടുള്ള. ഇല്ല, അച്ഛൻ ഓൾറെഡി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നല്ല എസ്റ്റാബ്ലിഷ് ആയി കിടക്കാണ്. പിന്നെ ഒരാൾ എന്തായാലും ഈ ഫീൽഡിൽ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വേണം. അങ്ങനെ ഞാൻ വന്നു. MBA പാസ്സായിട്ടുണ്ട്. ഇത് ഇപ്പോൾ സ്വർണത്തിൻ്റെ വില ശരിക്കും പറഞ്ഞാൽ ലോകവിപണിയിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ഒരിക്കലും കുറച്ച് നാളുകളായിട്ട് താഴോട്ട് പോകുന്നില്ല. എല്ലായിടക്കും ഒരു ചെറിയ മാറ്റം വരുന്നല്ലാതെ. അല്ല, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്? പണ്ടത്തെ പോലെ സ്വർണം ഉപയോഗിക്കാൻ ആഭരണമായിട്ടല്ല വാങ്ങുന്നത്. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്ന സേക്കിലാണ് കൊണ്ടുപോകുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതാണ് ഇപ്പൊ ഇങ്ങനെ റേറ്റ് കൂടാൻ. ഇപ്പം അടുത്തൊന്നും കുറയും തോന്നുന്നില്ല, ഇനിയും കൂടും തന്നെയാണ്. പണം കിട്ടിയ സ്വർണം വാങ്ങിച്ചു വെക്കാം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അല്ലേ? സ്ഥലം വാങ്ങുന്നതിന് പകരം സ്വർണം വാങ്ങിക്കുക. അഭിലാഷിനൊരു കണക്ക് കൂട്ടലിൽ ഈ
കുതിച്ചു കയറ്റാൻ എവിടം വരെ എത്താം? ഒരു അല്ല, നിയർ ഫ്യൂച്ചറിൽ ഈ ഒരു ഗ്രാമിന് 2000 രൂപ തന്നെ നിൽക്കും. നെക്സ്റ്റ് 2 കൊല്ലം, 1 കൊല്ലത്തേക്ക് എന്തായാലും 2000 നിൽക്കും തന്നെയാണ്.